ഫ്ലാഷുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തരം ഫ്ലാഷുകളാണ് റിംഗ് ഫ്ലാഷുകൾ. ഇത് പ്രധാനമായിട്ടും DSLR ക്യാമറയുടെ ലെൻസിൻ്റെ മുകളിലാണ് ഘടിപ്പിക്കാറുള്ളത്. മാക്രോ ഫോട്ടോഗ്രാഫി അതുപോലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കാണ് പ്രധാനമായിട്ടും റിംഗ് ഫ്ലാഷുകൾ ഉപയോഗിക്കുന്നത്. റിംഗ് ഫ്ലാഷുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ലെൻസിൻ്റെ വളരെ അടുത്തായിട്ട് വരും. നമ്മളൊരു ഹോട്ട് ഷൂ മൗണ്ടഡ് ഫ്ലാഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെൻസ് ഹുഡിൻ്റെയും ലെൻസിൻ്റെയും ഒക്കെ നിഴൽ നമ്മുടെ ഒബ്ജക്റ്റിൽ പതിക്കാനും അതുവഴി ഇരുണ്ട ഒരു ചിത്രം കിട്ടാനും സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലാഷ് ലൈറ്റായിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്, എന്നാൽ കൂടി നമ്മൾക്ക് കിട്ടുന്ന ഒബ്ജക്റ്റ് ഒരല്പം ഇരുണ്ടതായിരിക്കും. ഇതിന് കാരണം ലെൻസിൻ്റെ നിഴലുകൾ നമ്മൾ ഒബ്ജക്റ്റിൽ പതിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ലെൻസിൻ്റെ നിഴൽ ചിത്രത്തിൽ വീഴുമ്പോൾ ഒരു പക്ഷേ ഫ്രെയിമിൻ്റെ പകുതി ഭാഗം കൃത്യമായി ലൈറ്റപ്പ് ആയതും പകുതി ഭാഗം ഇരുണ്ടതായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കുള്ള ഒരു സൊല്യൂഷനാണ് റിംഗ് ഫ്ലാഷുകൾ. ഇത് ലെൻസിൻ്റെ ഹുഡിനോട് ചേർന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് മൈക്രോ ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പം വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. റിംഗ് ഫ്ലാഷുകളുടെ മറ്റൊരു ഉപയോഗമാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ക്യാച്ച് ലൈറ്റ് കൊണ്ടുവരാനും അതുപോലെ വ്യക്തമായി നല്ലൊരു മുഖത്ത് എല്ലാ ഭാഗത്തും കൃത്യമായ ഫിൽ ലൈറ്റ് എത്തിക്കാനും റിംഗ് ഫ്ലാഷ് നിങ്ങളെ വളരെയധികം സഹായിക്കും.